തക്കിളിയേ ആ തക്കിളി എന്തോ എടി കൊച്ചെ മണി 3 കഴിഞ്ഞ് വന്ന് ചോറുണ്ണാൻ. അമ്മ ഇതൊന്ന് പഠിപ്പിച്ചേ കല്ല് കളിക്കാൻ. ഞാൻ എടുത്തത് എറിയൂട്ടോ നിന്നെ. ഞാൻ ഇങ്ങോട്ട് വരാൻ ചോറുണ്ണാൻ പറഞ്ഞില്ലേ? ഡാഡിയോട് വിശന്നിരിക്കയില്ലേ, എനിക്ക് വേണ്ട. എന്തെന്ന്? ഡാഡിയോട് വിശന്നിരിക്കയില്ലേ, എനിക്കും വേണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഡാഡിക്കൂല മോക്കൂല വിശപ്പ്. ഡാഡിനോട് ഡാഡിയുടെ കാര്യം മിണ്ടല്ലേട്ടോ. ഞാൻ ദേഷ്യം വന്നിട്ട് അവിടെ വിശന്നവര് ഇരിപ്പുണ്ടാവും. അതിനിപ്പോ എന്താ? ഡാഡി പാവം വിശന്നിരിക്കയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും? മോനെ അത് ഡാഡിയുടെ ജോലിയല്ലേ. ഡാഡിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല. അവരൊക്കെ അവിടെ ഡാഡിനെ നോക്കിക്കൊണ്ട് പത്രക്കാരും ടി വിക്കാരൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പൊ ഡാഡി എങ്ങനെ കഴിക്കും? ആ അപ്പൊ എനിക്ക് വേണ്ട. പിന്നെ ഡാഡിന് 2-3 ദിവസം കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഡാഡിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം. രാത്രി ആരും കാണാതെ ഡാഡി അവിടെ വിശന്നിരിക്കുമ്പോ എനിക്ക് വേണ്ട. ഇതൊരു ഭയങ്കര സ്നേഹമാണല്ലോ, ഒരിക്കലും കാണാത്തത്. ദൈവമേ, ഉച്ചയായപ്പോഴേ പകുതിയായ മനുഷ്യൻ. ഇനി മേലാൽ ഈ പണിക്ക് പോവരുത്തിട്ടാ. എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്തായി? തോപ്പിച്ചല്ലാരെ? ഓ, എല്ലാരും കൂടെ നമ്മളെ തോപ്പിച്ചു. ഒന്നും വേണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, വേണ്ട വേണ്ടാന്ന്. അപ്പൊ ഓടിയെല്ലാം മുമ്പില്. എന്താ ഒരു സന്തോഷമില്ലാത്ത? ഈ സമരം കൊണ്ട് ആകെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വോട്ട് ചെയ്ത് 50 പേരും കൂടെ പോയി. അവര് എന്നെ എനിക്ക് വേണ്ടി എന്തായാലും വോട്ട് ചെയ്യൂല. അതെന്താ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നോ ഭൂമിദേവിക്ക് വേണ്ടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എന്താ ഉണ്ടായെന്ന് പറയട്ടോ. എടി അതെ, ആ അച്ഛനും അമ്മയും മരിച്ചിട്ട് 2 കുട്ടികളില്ലേ, അമ്മൂമ്മയുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ചെറിയ പിള്ളേരോ? ആ വീടൊക്കെ ഇല്ലാത്ത. അപ്പം അവർക്ക് വീട് വെക്കാൻ വേണ്ടിയാണ് അമ്പളിക്കുട്ടൻ ആ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആ ജനങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് അവർക്ക് ആ വീട് വെച്ചാൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അതിനെതിരെയല്ലേ നമ്മൾ പോയി സമരം ചെയ്തേ. അല്ലാതെ ഭൂമി നികത്തിയതല്ല. ഞങ്ങൾ സമരപന്തലിരുന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഓടി വന്ന് പന്തലും പൊളിച്ചു എല്ലാവരും ഓടിച്ചു. ഞാൻ പിന്നെ അയം തലണയൊക്കെ എടുത്തോണ്ടെങ്കിൽ ഓടി. നന്നായി, അത്രയും ചെയ്യാനുള്ള ബോധം ഉണ്ടായല്ലോ. വേണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾതാമസമൊന്നുമില്ലേ? അത് പിന്നെ പ്രസിഡന്റ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതെ, നിങ്ങളുടെ കുറെ പൊട്ടൻ പ്രസിഡന്റും കുറെ പൊട്ട അണികളും ഒന്നും അറിയാത്തൊരു പാർട്ടി. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ അറിഞ്ഞു, നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടില്ല. എന്ത് രസാ കേൾക്കാൻ. ഇതിങ്ങനെ വരുള്ളൂ ക്ലീറ്റോ. നിങ്ങൾ ആ മനുഷ്യനെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതല്ലേ ആമ്പിളിച്ചേട്ടനെ? നോക്കട്ടെ, ഞാൻ പറയും. പറയണതുകൊണ്ട് ഒരു വിഷമവും തോന്നരുത്. നിങ്ങൾക്ക് 5 പൈസയുടെ ബുദ്ധി ഇല്ലാട്ടാ. ഒരു 10 പൈസയുടെ ബുദ്ധിയാളിയാ നിനക്ക് വളർന്നിരിക്കുന്നത്. Alien versus Alien.